എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇന്ന് നമ്മുടെ രാഷ്ട്രീയ കാർട്ടൂണുകളൊന്നുമല്ല ഇന്നത്തെ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്ഥിരമായിട്ട് ഇങ്ങനെ രാഷ്ട്രീയ കാർട്ടൂണുകൾ വരച്ച് എല്ലാവർക്കും ബോറടിക്കാമെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് നിന്നൊരു ചെറിയ ചേഞ്ച് വരുത്തി നമ്മുടെ പരിസ്ഥിതി സംബന്ധമായ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഏറ്റവും ഭീതിതമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ മാലിന്യത്തെ എന്നുള്ളൊരു വിഷയത്തെ നമുക്ക് ഇന്ന് കൈകാര്യം ചെയ്യാം എന്ന് വിചാരിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിൽ നമുക്കറിയാം, ഈ ആമയിഴഞ്ചാൻ തോട്ടിലുണ്ടായ ഒരു ദുരന്തം നമുക്കറിയാം. ആമയിഴഞ്ചാൻ തോട് വർഷങ്ങളായി ശുചീകരിക്കാതെ അതിനകത്ത് മാലിന്യം അടിഞ്ഞുകൂടിയതാണ് ആമയിഴഞ്ചാൻ തോട് ഇങ്ങനെ മാലിന്യവാഹിനിയായിട്ട് മാറാനുള്ള പ്രധാന കാരണം. പക്ഷെ അതിന് ഒരു പരിധിവരെ നഗരസഭയ്ക്കും ഭരണക്കാർക്കുമൊക്കെ അതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ പൊതുജനങ്ങൾക്ക് ഇതിനകത്ത് തീരെ ബോധം ഇല്ല എന്നുള്ളതാണ് പ്രധാന കാരണം. തങ്ങളുടെ പറമ്പിൽ നിന്ന് മാലിന്യം ഒഴിവാക്കുക എന്നുള്ളതിൽ കഴിഞ്ഞാൽ അത് എവിടെ ഇടുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. അതായത് ഇങ്ങനെ റോഡ് വക്കിലും മറ്റ് കാനയുടെ സൈഡിലും അല്ലെങ്കിൽ ആൾതാമസമില്ലാത്ത പുരയിടങ്ങളിലുമൊക്കെ മാലിന്യം കൊണ്ട് കൂട്ടുന്നതാണ് നമ്മുടെ ഒരു മാലിന്യ സംസ്കരണ രീതി. അതിന് നമ്മുടെ സംസ്കാരം മാറാതെ അതൊന്നും നന്നാകത്തുമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു പോവുക. അങ്ങനത്തെ നമ്മുടെ മാലിന്യം എടുത്ത് അന്യപറമ്പിലേക്ക് എറിയുക, അല്ലെങ്കിൽ റോഡിലേക്ക് എറിയുക, അല്ലെങ്കിൽ കനാലിലേക്ക് എറിയുക, ഇതൊക്കെ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിന് ശരിക്കും ബോധവൽക്കരണമാണ് അത്യാവശ്യം. ഈ ജനങ്ങളെ ബോധവൽക്കരിച്ച് ഇത് തെറ്റാണ്, അതായത് ഈ മാലിന്യം നമ്മുടെ മാലിന്യം നമ്മൾ തന്നെ സംസ്കരിക്കണം, അതിങ്ങനെ പൊതു ഇടങ്ങളിൽ കൊണ്ട് തള്ളാനുള്ള അല്ല എന്നുള്ള ഒരു ബോധം ജനങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കാർട്ടൂൺ ഒരു നല്ലൊരു ടൂളാണ് അതിനകത്ത്. എനിക്ക് തോന്നുന്നത് സ്കൂൾ കുട്ടികളിൽ മുതൽ പ്രായമായവർക്ക് വരെ ബോധവൽക്കരിക്കുന്ന കാർട്ടൂണുകൾ ഉണ്ടാകും. ഞാൻ നിരവധി കാർട്ടൂൺ പ്രദർശനങ്ങൾ ഈ ഒരു വിഷയത്തിൽ നേരത്തെ നടത്തിയിട്ടുണ്ട് മുമ്പൊക്കെ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇതിൻ്റെ ഒരു ആൾക്കാർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തിവെച്ചതാണ്. ഇപ്പോഴത്തെ പുതിയ പശ്ചാത്തലത്തിൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അതായത് ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ട് എന്ത് മാർഗവും സ്വീകരിക്കുന്നതിൽ തടസ്സമില്ല. പക്ഷേ നമ്മളിപ്പോൾ പുതിയ തലമുറയുടെ ഒരു സ്വീകാര്യത എന്താണെന്ന് വെച്ചാൽ, മാലിന്യത്തിനെതിരെ ബൈക്ക് റാലി അല്ലെങ്കിൽ സ്കൂട്ടർ റാലി ഇതൊക്കെ നടത്തിക്കൊണ്ട് എന്താ പ്രയോജനമെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മുടെ ഈ നഗരസഭയ്ക്കും ഭരണാധികാരികൾക്കൊക്കെ പറ്റുന്ന കുഴപ്പം ഇതാണ്. ഇതിൻ്റെ ബോധവൽക്കരണമെന്നും പറഞ്ഞ് ഈ ഒരു ബൈക്ക് റാലി നടത്തിയെന്നും പറഞ്ഞ് എത്ര പേർക്ക് ബോധം ഉണ്ടാകാനാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞതല്ല, ഓരോ സ്കൂളുകളിലും എടുത്തിട്ട് ഈ പറഞ്ഞ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന കാർട്ടൂണുകൾ എക്സിബിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്കൂളുകളിലെ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അതങ്ങ് സ്ഥാപിക്കുക, സ്ഥിരമായിട്ടങ്ങ് വയ്ക്കുക. അപ്പോൾ ഇത് കുട്ടികൾ ഈ കതിരിൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ലാന്നൊരു പണ്ടത്തുള്ളവർ പറയും. അതേ കണക്ക് ചെറുപ്പത്തിലേ വേണം ഇതിൻ്റെ അവയർനെസ് കുട്ടികൾക്ക് ബോധമായി കൊടുക്കുക. ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ ബോധം ഈ കുട്ടികളെ ബോധവൽക്കരിക്കുന്നത് വളരെ ചെറിയ പ്രായത്തിൽ വേണം. അപ്പോൾ സ്കൂളിൽ തൊട്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ മാലിന്യ സംസ്കരണത്തിനെ ബോധവൽക്കരിക്കുന്ന കാർട്ടൂണുകൾ പ്രദർശിപ്പിക്കുക, ഇടയ്ക്കിടയ്ക്ക് എക്സിബിഷനുകൾ സംഘടിപ്പിക്കുക, അവരിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഈ ആശയങ്ങൾ വെച്ചിട്ടുള്ള കാർട്ടൂണുകൾ ക്ഷണിക്കുക, ഇതൊക്കെ നല്ല ഏർപ്പാടുകളാണ്. അപ്പം ഞാൻ ഇന്നിപ്പം വരയ്ക്കുന്നത് ഈ ഇനത്തിൽപ്പെട്ട ഒരു പുതിയ കാർട്ടൂണാണ്. അതായത് ആമയിഴഞ്ചാൻ സംഭവം വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട ഈ കാർട്ടൂണുകൾ നമുക്ക് ഒന്ന് കാണാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വിഷയത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുള്ള അഭിപ്രായം അറിയിക്കുകയും വേണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. മാലിന്യം സ്കൂട്ടറിൻ്റെ പിന്നിൽ വെച്ച് കെട്ടി പുറപ്പെടാനൊരുങ്ങി നിൽക്കുന്ന ഒരു ഗൃഹനാഥൻ്റെ പിന്നിൽ ഭാര്യ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഗൃഹനാഥൻ എന്തോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡയലോഗ് നമുക്ക് ലാസ്റ്റ് കാണാം.
ഇനി നമുക്ക് ഇതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം. ഇതിൻ്റെ ഡയലോഗ് ഇതാണ്: മാലിന്യം കൊണ്ടിട്ട് രണ്ടാണോ ഗുണം, ഒന്ന് നമ്മുടെ മാലിന്യം മാറിക്കിട്ടും, രണ്ട് ആ മാലിന്യം വഴി കിടക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്ത് നമുക്ക് നവമാധ്യമങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തുക, ഫേസ്ബുക്കിലൊക്കെ ഇട്ട് പറയാം മാലിന്യം കൊന്നുകൊണ്ടിരിക്കുക. അതായത് ഈ കൊണ്ടിടുന്നവൻ തന്നെയാണ് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് അറമാദിക്കുന്നത് എന്നാണ് ഇതിൻ്റെ സാരം.